ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമുക്കുണ്ടല്ലോ ഇന്ന് അടിപൊളിയായിട്ടൊരു മത്തി അച്ചാർ അങ്ങോട്ട് ഇട്ടാലോ? കണ്ടപ്പോ തന്നെ കൊതിയാവുന്നില്ലേ? എന്നാ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമന്റും കൂടെ ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഏകദേശം ഇവിടെ ഒരു 1/2 കിലോ മത്തിയോളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഏകദേശം എന്ന് പറയാൻ കാരണം 1 കിലോ മത്തിയായിരുന്നു മേടിച്ചുകൊണ്ട് വന്നിരുന്നത്. കുറച്ചെടുത്ത് ഞാൻ കറി വെക്കാനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാ ഈ ഒരു പരുവത്തില് നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരും ഇത്തിരി കൂടി ചെറുതായിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, അതായത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ താഴെയായിട്ട് എടുത്തിട്ടുള്ളൂ മുളക് പൊടി. ഒരുപാട് അങ്ങോട്ട് എരിവ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്വല്പം മഞ്ഞപ്പൊടിയാണ്. പിന്നെ കൂടാതെ ഒരു സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂട്ടി നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് ഒന്ന് റെഡി ആയി വന്നല്ലോ, അതെല്ലാം മീനിലൊന്ന് പിടിക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് തിരുമ്മി എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനും കൂടെ ആയിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ പൊടികൾ മാത്രം ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് എടുത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ നമ്മള് ഈ ഒരു പരുവത്തില് തിരുമ്മി എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് അവിടെ എങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മളിതാ ഈ ഒരു പരുവത്തില് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. പച്ചമുളക് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇവിടെ നമ്മള് ഈ പിള്ളേരൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടം മീനച്ചാറക്കിയിട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ അങ്ങോട്ട് ഒരുപാട് എരിവ് ഇടുന്നില്ല. എന്നാ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, അച്ചാറിനാ പേര് വേണമല്ലോ. എന്തായാലും ദാ മുളക് ഞാൻ ഈ ഒരു പരുവത്തില് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ആണെങ്കിലും കൊത്തിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നീളത്തില് കുഞ്ഞു നീളത്തില് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ വെളുത്തുള്ളി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുകനെ ഒന്ന് കീറിയിട്ടാണ്, ഒന്ന് പൊളന്ന്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 3 കൂടെ ഒന്ന് പൊളന്ന് നീളത്തില് നമ്മൾ എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തില് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മീന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതിനെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ അച്ചാറിന് നല്ല മുരിഞ്ഞ് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിന് വെക്കാനൊക്കെ ആയിട്ട് കേടായി പോകും പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ്. അപ്പൊ ഇതാ നമ്മളിവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പക്ഷെ എണ്ണ ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും സാരമില്ല, കറിവേപ്പില മാത്രമല്ലേ ആദ്യം ഇട്ട് കൊടുത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ആ കറിവേപ്പില ഇതെല്ലാം കൂടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ മീനുകളെല്ലാം കൂടെ പെറുക്കി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ കറിവേപ്പില ഇട്ട് കൊടുത്ത 2 കാര്യം. എന്നാന്ന് വെച്ചാൽ മീൻ വറക്കാനായിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പം നമ്മുടെ ചട്ടിയിൽ പിടിക്കത്തില്ല, നമുക്കത് മറിച്ചിടാനൊക്കെ എളുപ്പമുണ്ടാവും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വറക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം, പൂർണ്ണമായിട്ടില്ലെങ്കിലും കേട്ടോ. പിന്നെ പൂർണ്ണമായിട്ടൊക്കെ മാറ്റണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു കുഞ്ഞു പാത്രത്തില് ഒരു സ്വല്പം വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, സ്വല്പമല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീനിന്റെ ആ ഒരു ഉളുമ്പ് മണവും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പോകും. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുപോലെ എന്ത് അഴുക്കുമണോ ഉണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിക്കാം കേട്ടോ. ഇനിയിപ്പോ വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ തൊണ്ടോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെ തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ ഇതാ പറഞ്ഞു നമ്മുടെ മീന് ഒന്നാമത്തെ ട്രിപ്പ് ആദ്യം ഒന്ന് റെഡിയാക്കി നല്ല ഡീപ് ഫ്രൈ ചെയ്തിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കുണ്ടല്ലോ കോരി എടുത്ത് മാറ്റി വെക്കാം. അതിന്റെ ആ എണ്ണയൊക്കെ ഒന്ന് മറന്നു പോകണമല്ലോ. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം കോരിയതിനെ മാറിയതിന് ശേഷം എണ്ണ സ്വല്പം ചൂടായതിനു ശേഷം വേണം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതാ ഇതുപോലെ തന്നെ നമ്മൾ മീൻ ബാക്കിയും കൂടെ ഉള്ളത് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ മീൻ വറുത്തെടുക്കുമ്പോഴേ. അത് എപ്പോഴാണേലും അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തതും ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഒരു സ്വല്പം കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വേഗം തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ അതാ നോക്കിയേ, നമ്മൾ ഇത്രയും ഉണ്ടായിരുന്നു നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിരുന്ന നമ്മുടെ മീൻ കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, ആദ്യം നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന്റെ വറവെന്ന് പറയുന്നത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അത് കളർ മാറി ഒരു ബ്രൗൺ കളറായി വരും. അത് കഴിഞ്ഞ് നല്ല മൂത്ത് വരുന്ന സമയത്ത് അത് പൊട്ടി വരും. ഇതാ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാവുന്നുള്ളത് ചൂടായി വന്നോണ്ടിരിക്കുന്നത്. ഇതാ ഇത് നോക്കിയേ, ഏകദേശം പൊട്ടി വരുന്നുണ്ടോ? ഈ ഒരു പരുവാണ് ഉലുവയുടെ മൂപ്പ് കേട്ടോ. ഇനിയിപ്പോ അതിനെ ഒന്ന് പകത്ത്
എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടുന്നതാണ് എപ്പോഴും നല്ലത്, ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നമ്മുടെ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കടുക് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എണ്ണ ചിലപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? അത് വേറൊന്നുമല്ല, അച്ചാറിന് എണ്ണ വേണം കേട്ടോ, ഇല്ലെങ്കിൽ അത്ര ഒരു രുചി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ദാ ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് മൂത്തെടുത്തിട്ടുണ്ട്. നല്ല ഏകദേശം ഒരുപാടൊന്ന് ബ്രൗൺ ആവണ്ട, എന്നാൽ ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിനെ നിർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മിച്ചം മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അച്ചാർ പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. സാധാരണ ചേരുവകളെല്ലാം ഇതുപോലെ കൂട്ടിച്ചേർത്താണ് അച്ചാർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മുളക് പൊടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മുളക് പൊടിയുടെ നിറം എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, ചുമപ്പൊക്കെ അങ്ങ് മാറി നല്ലൊരു തിക്ക് ബ്രൗൺ കളർ പോലെ ആ ഒരു പരുവത്തിൽ വരുന്നുണ്ട്. ആ ഈ ഒരു പരുവത്തിൽ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം, തിളപ്പിച്ചാറിയതോ ആറാത്തതാണേലും കുഴപ്പമില്ല, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അതായിരിക്കും അതിന്റെ നല്ലത്. എന്തായാലും തിളപ്പിച്ചാറിയ വെള്ളം അല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോളുക. അത് ചാറിനനുസരിച്ചുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഏകദേശമുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഉലുവാനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിനുള്ള മിക്സ് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ മീനുകളെല്ലാം കൂടെ വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടെ നമ്മുടെ ചാറിലേക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചാറ് ഒത്തിരി ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. അത് തിളച്ച് പാകമായിട്ട് വരുമ്പോൾ അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ചാറ് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മീനിന്റെ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ചാറായിട്ടുള്ളത്, ഒരുപാട് ചാറെന്നല്ല, അച്ചാറ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ചാറുള്ളത് തന്നെയല്ലേ നല്ലത്. എന്തായാലും ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് തുറന്നു വെച്ച് തന്നെ തിളപ്പിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ ഈ തുറന്ന് വെച്ചിങ്ങനെ തിളച്ചെടുക്കുന്ന സമയത്ത് മുഴുവൻ നല്ല തെറിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ഈ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ മാറ്റി വെച്ചിരുന്ന ഉലുവ പൊടിച്ചതുണ്ടല്ലോ, അതും കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ സ്വല്പം കായപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ LGയുടെ കായമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പൊടിയല്ലാത്ത കായ ഉണ്ടല്ലോ, കട്ടക്കായ ഉണ്ടല്ലോ, അത് മൂപ്പിച്ചൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയുടെ സ്വാദ് കിട്ടും. നമുക്കതൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കായപ്പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. ഇതിങ്ങനെ തിളച്ചു വന്നിരുന്ന സമയത്തായിരുന്നു മുഴുവൻ ഇങ്ങനെ തെറിച്ച് അതിലൂടെ എല്ലാം തെറിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫുൾ കവർ ചെയ്തിട്ടില്ല, ഒരു ഹാഫ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവി വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്തോളും, അതിന്റെ ഒരുപാട് അങ്ങ് തെറിക്കത്തുമില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. അതാ നോക്കിയേ, ഇപ്പൊ ഏകദേശം കണ്ടോ ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചാറ് നമുക്ക് വേണം, അതാ നല്ലത്. പിന്നെ പോരാതെ കായ ഉലുവായൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഇച്ചിരി കുറുകൽ ഉണ്ടാവും. നമ്മുടെ കുറുകിയായിരിക്കും നമ്മുടെ കറി അച്ചാറ് ഇത് ഒരു പരുവത്തിലായി വരുന്നത് കേട്ടോ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു വിടുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, പക്ഷേ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അതെന്നു വെച്ചാൽ നമ്മളിവിടെ സാധാരണ ഈ ആസിഡിന്റെ വിനാഗിരി ഉണ്ടല്ലോ, അതുപോലത്തെ ടൈപ്പാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടൈപ്പ് വിനാഗിരി തന്നെയാണ് കേട്ടോ ഇവിടെ ചേർത്തിരിക്കുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന വിനാഗിരി ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടുന്നതല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണേലും നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് സെറ്റായി വന്നോട്ടെ കേട്ടോ. ഇപ്പോഴെല്ലാം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ദാ ഇത് നോക്കിക്കേ, വായിൽ വെള്ളം ഊറുന്നില്ലേ? എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ? അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമന്റും കൂടെ ഹൈപ്പും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.